ജേർണലിസത്തിൻ്റെ ജനപക്ഷമുഖം ജോൺ റഷിംഗ് മുതൽ സാർത്ഥക് സിദ്ധാന്ത് വരെ. മാധ്യമങ്ങളുടെ കുറ്റകരമായ മൗനത്തെപ്പറ്റിയാണല്ലോ പറഞ്ഞു വന്നത്. എന്നാൽ മൗനം പാലിക്കാത്ത ചിലരുണ്ട്. അവരെ ഒതുക്കാനും ശിക്ഷിക്കാനും ഇസ്രായേലിനോ മറ്റ് രാജ്യങ്ങൾക്കോ മടിയില്ല. 2 അമേരിക്കക്കാരുടെ അനുഭവം നോക്കുക. ചെങ് ഉയ്ഗൂർ ജേർണലിസ്റ്റാണ്. ദ യങ് ടർക്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ സ്ഥാപകനും അവതാരകനുമാണ്. ഹസൻ പൈക്കർ കമൻറ്റേറ്ററും ആക്ടിവിസ്റ്റുമാണ്. ഇവർ 2 പേരും ജൂൺ ആരംഭത്തിൽ ബ്രിട്ടനിലേക്ക് പോകാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് ബ്രിട്ടനിലേക്കുള്ള വിസ നിഷേധിച്ചെന്ന്. ഉണ്ടായിരുന്ന വിസ പിൻവലിക്കാൻ എന്താവും കാരണം? ചെങ് വിമാനത്താവളത്തിലെ കൗണ്ടറിൽ ഇരിക്കുന്നയാളോട് ചോദിച്ചു. അയാൾക്കറിയില്ല, വിലക്കുണ്ടെന്നേ അയാൾക്കറിയൂ. പക്ഷെ ചെങ്ങിന് കാര്യം മനസ്സിലായി. Tell me how you found out that you were banned from entering the UK. So went to the airport and they said there's a problem with your ETA, that's the visa version for Americans. And I said, no, there isn't. I got it a year ago and I was in UK just about a year ago. And they said, no. The British government has actively rejected your admission into the country. And I was just stunned by that. I didn't even understand what it meant. And then I found out in an article that came out about 15 minutes later in the Times that I'd been banned for criticizing Israel, and then a couple of charges that they literally made up. 2 പേരെയും ബ്രിട്ടനിൽ വിലക്കിയത് അവർ ഇസ്രായേലിനെ വിമർശിക്കുന്നത് കൊണ്ടാണ്. ഔദ്യോഗികമായി അങ്ങനെ പറയുന്നില്ലെങ്കിലും ലണ്ടൻ ടൈംസ് പത്രം അക്കാര്യം കൃത്യമായി വെളിപ്പെടുത്തി. ബ്രിട്ടീഷ് സർക്കാരിനെ വിമർശിച്ചാൽ പ്രശ്നമില്ല, പക്ഷേ ഇസ്രായേൽ സർക്കാരിനെ വിമർശിച്ചാൽ ബ്രിട്ടനിൽ വിലക്ക് വരും. Does the UK have a free speech problem? 2 popular left-wing political commentators in the US, Cenk Uygur and Hasan Piker, have been denied entry into the UK. Both men say the British government blocked them from entering the country because of their criticism of Israel. On Monday, the British government confirmed that it had denied entry to Uygur and Piker on the grounds that their presence in the UK may not be conducive to the public good. There was no mention of Israel in their statement. But this whole saga is sparking fresh criticism about the limits of free speech in the UK. ഇത്തരം സംഭവങ്ങൾ ബ്രിട്ടനിൽ വർദ്ധിച്ചു വരുന്നു എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് മുതൽ BBC വരെ ചൂണ്ടിക്കാട്ടുന്നത്. Yesterday, the Washington Post editorial board wrote, I'm going to quote them, say, the United Kingdom has developed a bad habit of blocking visitors to the country if the government doesn't like what they have to say. Do we know if the numbers have actually been increasing? I know there's a public perception that there's an increasing number of people being banned from entry based on their speech, be it far right or far left. ഇതിലെ വൈരുദ്ധ്യം ചെറുതല്ല. ഇസ്രായേലിനെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ ബ്രിട്ടനിലേക്ക് ജേർണലിസ്റ്റുകൾക്ക് പ്രവേശനം നിഷേധിക്കുന്ന അതേ സർക്കാരാണ് ഈയിടെ ഇസ്രായേലി വ്യോമസേനാ മേധാവി തോമർ ബാറിനെ സ്വാഗതം ചെയ്തത്. ഗസയിലും ലബനാനിലും മറ്റും വീഴുന്ന ഓരോ ബോംബിനും ഉത്തരവാദിയായയാളെ സ്വീകരിച്ചതിൽ പ്രതിഷേധമുയർന്നിരുന്നു. മറ്റൊരു കൗതുകം കൂടി. വിലക്കപ്പെട്ട 2 പേരെയും പരിചയപ്പെടുത്തുമ്പോൾ ബ്രിട്ടീഷ് പത്രമായ ഗാർഡിയൻ ജേർണലിസ്റ്റ് എന്ന വാക്ക് ഒഴിവാക്കി ആക്ടിവിസ്റ്റ് എന്ന് മാത്രമാക്കി. ചെങ് ഉയ്ഗൂർ ജേർണലിസ്റ്റായി അറിയപ്പെടുന്നയാളായിട്ടും ജേർണലിസ്റ്റിനെയാണ് വിലക്കിയതെന്ന് പറയാതിരിക്കാൻ ശ്രദ്ധിച്ച പോലെ. മറ്റൊരു രസം, വിലക്കിന് ന്യായമെന്നോണം ഗാർഡിയൻ അടക്കം എടുത്തു പറഞ്ഞു ഇരുവരും ഇടതുപക്ഷക്കാരാണ് എന്ന്. ഇത് പറയുന്ന ഗാർഡിയൻ ഇടതുപക്ഷമാണെന്ന് പലരും പറയാറുണ്ടെങ്കിലും അവരങ്ങനെ അവകാശപ്പെടാറില്ല. ബ്രിട്ടനിലെ ഇപ്പോഴത്തെ ലേബർ സർക്കാരും ഇടതുപക്ഷമെന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളാറില്ല. ഇടതുപക്ഷവും ഇസ്രായേൽ വിരുദ്ധവുമായവർക്കാണ് വിലക്ക് എന്ന് പ്രത്യേകം പറയുന്നതിൽ തന്നെ അതിൻ്റെ ന്യായം അടങ്ങിയിട്ടുണ്ടെന്ന് ഗാർഡിയൻ ധ്വനിപ്പിക്കുന്നു. വാസ്തവത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം മാത്രമല്ല, അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെയാണ് ഇവിടെ വിലക്കപ്പെടുന്നത്. ഫ്രഞ്ച് ചിന്തകനായ വോൾട്ടയറുടെ പ്രസിദ്ധമായ വാചകമുണ്ടല്ലോ, നിങ്ങളെ ആരാണ് ഭരിക്കുന്നത് എന്നറിയാനുള്ള വഴി ആര് വിമർശിക്കാനാണ് നിങ്ങൾക്ക് അനുവാദമില്ലാത്തത് എന്ന് നോക്കുകയാണ്. UK അഭിപ്രായ വിലക്ക് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് ആ രാജ്യത്തെ ശരിക്കും ഭരിക്കുന്നത് ആരാണ് എന്ന്. ബ്രിട്ടനിലെ LBC റേഡിയോ ആങ്കർ ചെങ് ഉയ്ഗൂറിനോട് വാദിച്ചു, ഇസ്രായേലിനെ വിമർശിക്കരുത് എന്ന് പറയുന്നവരൊന്നും ഈ നാട്ടിൽ ഇല്ലല്ലോ എന്ന്. മറുപടി കൃത്യം, വിമർശിച്ചതിനാണല്ലോ എന്നെ വിലക്കിയത്.
Nobody in this country thinks you can't criticize Israel. I want to ask I just got banned for it. Well, we'll see. We'll see exactly what the reasons were given, and then you may be right that has happened. But people. But that is the reason they gave. No, that's they the gave it government. to the press. That's the government. I'm talking about the people of the country. സർക്കാരുകളും മുഖ്യധാരാ മാധ്യമങ്ങളും ഒരു വശത്ത്, ജനങ്ങളും ജനപക്ഷ മാധ്യമങ്ങളും മറുവശത്ത്. ഈ ചേരിതിരിവ് വ്യക്തമായി പ്രകടിപ്പിക്കുന്നതായിരുന്നു മെയ് 28-ന് ന്യൂയോർക്കിൽ നടന്ന ഒരു ചടങ്ങും അതിൽ നടന്ന ഒരു പ്രസംഗവും. ഉന്നത ടെലിവിഷൻ അവാർഡായ എമി ഇക്കുറി നേടിയവരിൽ അൽ ജസീറയുടെ ജോൺ റഷിങ്ങുമുണ്ട്. അൽ ജസീറയിൽ ഫോൾട്ട് ലൈൻസ് എന്ന പരിപാടിയിൽ അദ്ദേഹം ചെയ്ത കിഡ്സ് അണ്ടർ ഫയർ എന്ന ഡോക്യുമെൻ്ററിക്കാണ് ഒരു അവാർഡ്. ഗസയിലെ കുട്ടികളോട് ഇസ്രായേലിൻ്റെ യുദ്ധം ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾ അനാവരണം ചെയ്യുന്ന നടുക്കുന്ന ദൃശ്യരേഖയാണത്. It's hard to imagine a child playing one day and then not existing the next day. Since the war began in 2023, healthcare workers have been some of the only people permitted to enter Gaza. Israel has not allowed foreign reporters independent access. It was like an apocalyptic movie. I mean, it really didn't seem real. I've been to Gaza a couple times this past year. It crushes you on the inside. Fault Lines interviewed American doctors around the country about their experiences volunteering in hospitals in Gaza. Thousands of children are being mutilated. കാണാനും കേൾക്കാനും പോലും കഴിയാത്തത്ര വലിയ ക്രൂരതകൾ. ഗസയിൽ സന്നദ്ധ സേവനം ചെയ്ത ഡോക്ടർമാർ കണ്ടത് ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകൾ. അപ്പോൾ അതനുഭവിക്കുന്ന കുട്ടികളോ? കണ്ണ് തുറന്നു പിടിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഇത് കാണുക. Children are easy targets, right? They are generally defenseless. It makes sense to target children if you're trying to target the future. Fault Line spoke to 20 American doctors who volunteered in hospitals across Gaza since the war began. They all reported treating children with gunshots, often fatal. It's not a rogue soldier that lost their ethics. It's widespread throughout the entire Gaza Strip. There's a definitive pattern of Israeli soldiers targeting quite specifically children. I didn't want to believe that children were being shot. Nobody wants to think that other humans are capable of annihilating children in that way. I had 18 cases of children with shots to the head. When you see one or two coming in that time that I was there, then I could say maybe it's an accident, it's crossfire. But when you see that a child is being shot in the head every day. അവാർഡിനെ പറ്റി പ്രൊഡ്യൂസറും ലേഖകനുമായ ജോൺ റഷിംഗ് പറഞ്ഞതാണ് പ്രസക്തം. ഇതെല്ലാം ഇസ്രായേലിന് അനുവദിച്ചു കൊടുത്ത ഈ അമേരിക്കയിൽ വെച്ച് തന്നെ ഇതിൻ്റെ പേരിലുള്ള ഡോക്യുമെൻ്ററിക്ക് പുരസ്കാരം വാങ്ങുക വല്ലാത്ത വൈരുദ്ധ്യം തന്നെ. The irony of accepting an award for covering a genocide from the very country or in the very country that enables that genocide to have happened and continued should not be lost here. I want to dedicate this to the 11 Al Jazeera journalists, the 11 colleagues who have been killed by Israel since October 7th in Gaza, and to their 270 colleagues, journalists, who have been killed in Gaza. ഭരണകൂടങ്ങളുടെ ക്രൂരതകൾ വെളിപ്പെടുത്തുന്നു യഥാർത്ഥ ജേർണലിസം. ഭരണകൂടം പറയുന്ന കള്ളങ്ങൾ, അവരുടെ കഴിവുകേട് എല്ലാം പുറത്തു കൊണ്ടുവന്ന ഒരു യുവാവുണ്ട് ഇന്ത്യയിൽ, ഒരു വിദ്യാർത്ഥി. വിവിധ പരീക്ഷകളിൽ ഗുരുതരമായ നടത്തിപ്പ് പിഴവുകൾ, ചോദ്യങ്ങൾ ചോർത്തുന്ന വൻ വ്യവസായം, കരാർ കമ്പനികളുമായി ഗൂഢബന്ധങ്ങൾ, രാജ്യം കണ്ട അതിഭീകര അഴിമതികളിൽ പെടാൻ സാധ്യതയുള്ള അനേകം വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത വീഴ്ചകൾ. അധികൃതർ അബദ്ധമെന്നും അറിയാതെ പറ്റിപ്പോയതെന്നും വാദിച്ചപ്പോൾ സ്വന്തമായി അന്വേഷണവും പഠനവും നടത്തി തെളിവ് സഹിതം രംഗത്ത് വന്നു +2 വിദ്യാർത്ഥി സാർത്ഥക് സിദ്ധാന്ത്. പാർലമെൻ്ററി സമിതിക്ക് മുമ്പാകെ തെളിവ് നൽകാവുന്നത്ര ഭദ്രമാണ് അവൻ കണ്ടെത്തിയ കാര്യങ്ങൾ. അഴിമതി കണ്ടെത്തുക മാത്രമല്ല, ഒരു മികച്ച ജേർണലിസ്റ്റിൻ്റെ അന്വേഷണ പാഠവും കൂടി പ്രദർശിപ്പിച്ചു സാർത്ഥക് സിദ്ധാന്ത്. ഈ വിഷയത്തിൽ സാർത്ഥകിൻ്റെ സമർപ്പണവും ഗോദി മീഡിയയുടെ ന്യായീകരണ തൊഴിലും തമ്മിൽ ഒരു വിശദമായ താരതമ്യ പഠനത്തിന് തന്നെ വകയുണ്ട്. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും
mediascan@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക.